അപ്പോൾ നമുക്കിതിന് അഡീഷണൽ ആയിട്ട് വരുന്നൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്ക് അസിസ്റ്റ് ഉണ്ട്. അതായത് റിവേഴ്സാണ്. അത് നമ്മൾ മോട്ടർ ഓൺ ആക്കണം. ഓണാക്കിയതിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ അതേ പാർക്ക് അസിസ്റ്റ് നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ റിവേഴ്സ് മോഡിലേക്ക് പോയി. അപ്പോൾ ജസ്റ്റ് ഇത് കൈ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ റിവേഴ്സാണ് പോകുന്നത്. കാണിച്ചു തരാം. ഈ ഒരു ഫീച്ചർ ഇതിൽ വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻ കേസ് എവിടെയെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ബാക്കിൽ നിന്ന് വലിക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ വേറൊരാളില്ലാതെ നമുക്ക് ബാക്കിലോട്ടൊരു ഇത് കിട്ടും. നമ്മൾ വണ്ടി എടുക്കാൻ നേരത്തെ വണ്ടി സ്റ്റാർട്ട് ആയില്ലെങ്കിൽ ഇങ്ങനെ കയറിയിരുന്ന് ഈ തുളയിൽ കൂടി കാലിട്ട് എണീറ്റ് നിന്ന് വണ്ടി തള്ളണം. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. നോക്കിക്കോ. വാട്ട്സ്ആപ്പ് എവരിവൺ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് കാണുന്നത് ഏത്തറിൻ്റെ 450X എന്ന് പറഞ്ഞുള്ള വണ്ടിയാണ്. ഇത് ഒരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയൊരു വാക്ക് അറൗണ്ട് റിവ്യൂവും അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് കാണുന്നത്. ഇലക്ട്രിക് വണ്ടികൾ അത്യാവശ്യം നമ്മുടെ നാട്ടിലിപ്പോൾ ഭയങ്കരമായിട്ട് ബൂമിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏത്തറും അതേമാതിരി തന്നെ ഓല, പിന്നെ ബാക്കിയുള്ള ബ്രാൻഡ്സിന് അതായത് TVSനുണ്ട്, അതേപോലെ ചേതക്ക്, ഇവരെല്ലാവരും വണ്ടികൾ ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലാദ്യം നമ്മുടെ നാട്ടിൽ അത്യാവശ്യം കൂടുതൽ സുപരിചിതമായിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2020 സ്റ്റാർട്ട് ചെയ്തതാണിത്. 2020 നമുക്ക് കൊച്ചിയിൽ വന്നിരുന്നത്. അപ്പോൾ നമുക്ക് ഈ അടുത്തിട്ടുണ്ട് 2021 നമുക്ക് ഈ വണ്ടി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാൻ കിട്ടിയിരുന്നത്. അതായത് 450X എന്ന് പറഞ്ഞ മോഡൽ, അതായത് 2 വേരിയൻസ് ഉണ്ടായിരുന്നു. അതായത് നേരത്തെ ഒരു 450 ഉണ്ടായിരുന്നു, പിന്നെ അതിനുശേഷം 450 പ്ലസും 450 ഇപ്പോൾ X എന്ന് പറഞ്ഞ മോഡലാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളിതിന് മുൻഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്ലീക്ക് ഡിസൈനാണ് വരുന്നത്. ഇത് 2 ഇൻഡിക്കേറ്റേഴ്സാണ്, ടേൺ ഇൻഡിക്കേറ്റേഴ്സാണ് ഇതിൽ വരുന്നത്. ഹെഡ്ലൈറ്റ്, അതേമാതിരി തന്നെ ഇതിലൊരു DRL ഉണ്ട്, ഡേ ടൈം റണ്ണിങ് ലൈറ്റ് ഉണ്ട്. ഇതൊരു LED ലൈറ്റ് സെറ്റപ്പാണ് വരുന്നത്. ഒരു സ്ലീക്ക് ആയുള്ള ഒരു എന്താ പറയുക, ഒരു മോസ്റ്റ് മോഡേൺ കൈൻഡ് ഓഫ് ഡിസൈനാണ് ഇതിൽ വരുന്നത്. ഒരു ബീക്ക് പോലെ ഫ്രണ്ടിലേക്ക് ഇത് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ടയേഴ്സ്, ബാക്ക് ടയേഴ്സും വരുന്നത് 90/12 ആണ് വരുന്നത്. അത് 12 ഇഞ്ചിലാണ് വരുന്നത്. പിന്നെ ഇതിൽ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്, ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുണ്ട്. അപ്പോൾ ഏത്തർ 450Xൽ വരുന്നത് മോണോ ഷോക്കാണ്. അപ്പോൾ നമ്മൾ സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇങ്ങനെ തന്നെ പോകുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി വരുന്നത് എവിടെയാണ്. ബാറ്ററി ഇവിടെയാണ് ബാറ്ററി വരുന്നത്, ഈ ഒരു പോർഷനിലാണ് ബാറ്ററി വരുന്നത്. മോട്ടർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കംപ്ലീറ്റ് ഒരു ബോഡി ഇങ്ങനെ വന്നിട്ട് ഫുഡ് പാക്ക്, അതായത് ബാക്കിലത്തെ ഫുഡ് പാക്ക്, പില്ലിയൻ ഫുഡ് പാക്ക് വരുന്നത് നമ്മൾ പഴയ ഒരു ഡിയോയുടെ ഒരു മോഡൽ, പഴയ മോഡൽ, അതിൽ വരുന്നൊരു ഫുഡ് പാക്ക് സ്റ്റൈലാണ് ഇതിൽ വരുന്നത്. പിന്നെ ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏത്തറിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഗ്രാബ് റെയിൽ, നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു ഗ്രാബ് റെയിലാണ്. പിന്നെ ഏത്തറിൻ്റെ ബ്രാൻഡിങ് ബാക്കിലും വരുന്നുണ്ട്. ഒരു LED ടെയിൽ ലൈറ്റുമാണ്. എന്തുകൊണ്ടാണ് ഈ വണ്ടിയിൽ നമ്പർ പ്ലേറ്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു 6 kW വരുന്ന ഒരു മോട്ടറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 6 kW വരുന്ന മോട്ടർ ആയതുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടിക്ക് രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. അതേമാതിരി തന്നെ ഹെൽമെറ്റ്, എന്തുകൊണ്ട് ഹെൽമെറ്റ് ഇടണം എന്നുള്ളൊരിതുണ്ട്. അതായത് ഇലക്ട്രിക് സ്കൂട്ടേഴ്സിന് നോർമലി നമ്മൾ ഹെൽമെറ്റ് ഇടാറില്ല. ഹെൽമെറ്റ് ഇടാറില്ല എന്നല്ല, ഹെൽമെറ്റ് യൂസ് ചെയ്യേണ്ട എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കമ്പൽസറി ആണ്. ഇത് നോർമലി ഒരു നമ്മൾ സ്കൂട്ടറിനെ കാണുന്ന പോലെ തന്നെ നമ്മൾ കാണേണ്ടതാണ്. ഇതിൽ സീറ്റിൻ്റെ ഒരു ഭാഗം, സീറ്റിന് അത്യാവശ്യം നല്ല കുഷനിങ് ഉള്ളൊരു സീറ്റാണ് വരുന്നത്. ആണെങ്കിൽ പില്ലിയണിനാണെങ്കിൽ ചെറിയൊരു സ്ലാൻഡിങ് ആയിട്ടുള്ളൊരു ഇങ്ങനെ പൊസിഷൻ വരുന്നുണ്ട്. നമുക്കിതിലൊന്ന് കയറി ഇരുന്ന് നോക്കാം. നമ്മൾ അത്യാവശ്യം ഹൈറ്റുള്ള ആൾക്കാർക്കാണെങ്കിലും ഹൈറ്റ് ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിലും നല്ലൊരു കറക്റ്റ് പൊസിഷനാണ് ഇത് വരുന്നത്. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 765 mm ആണ്. അതേമാതിരി ഗ്രൗണ്ട് ക്ലിയറൻസ് വരുമ്പോൾ ഒരു 160 mm ഉണ്ട്. അത്യാവശ്യം ക്ലിയറൻസും ഉണ്ട് വണ്ടിക്ക്. നമ്മുടെ നാടായതുകൊണ്ട് നമുക്ക് എങ്ങനെ പോയൊരു ഡൗട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കത്തിലൂടെ ഈ വണ്ടി എങ്ങനെ ഓടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിത് ഇവരുടെ എക്സിക്യൂട്ടീവിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ഇതിൻ്റെ മോട്ടർ വരുന്ന IPS 66, അതായത് IPS 66 റേറ്റിംഗ് വരുന്ന ഒരു വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് മോട്ടറാണ്. അതായത് ഒരു വാട്ടർ പ്രൂഫ് എന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 മിനിറ്റ് കണ്ടിന്യൂസ് റൈഡ് അങ്ങനെ വെള്ളപ്പൊക്കത്തിലൂടെ, അതായത് 3 അടി വരെ ഹൈറ്റിൽ 30 മിനിറ്റ് വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിർത്തിയിടരുത്. ഓടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വാട്ടർ പ്രൂഫ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മോട്ടറാണെങ്കിൽ IPS 66 റേറ്റിങ്ങും ബാറ്ററി IPS 67ഉം
പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ സ്ക്രീൻ ഉണ്ടല്ലോ അത് വരുന്നത് IPS 65 ആണ്. അപ്പോൾ അത്യാവശ്യം നമുക്കൊരു മഴയത്ത് കൂടെയും അതേമാതിരി വെള്ളക്കെട്ടിലൂടെയും നമുക്കിത് ഓടിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസും ചെക്ക് ചെയ്യാം. ബൂട്ട് തുറക്കണമെന്നുണ്ടെങ്കിൽ കീ ലെഫ്റ്റിലോട്ട് തിരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ബൂട്ട് തുറക്കാം. ബൂട്ട് സ്പേസ് അത്യാവശ്യം നമുക്ക് നന്നായിട്ടുണ്ട്. ഇതൊരു ലൈറ്റ് ഇവിടെ ഘടിപ്പിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നൈറ്റൊക്കെയോ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു സാധനങ്ങൾ എടുക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ലൈറ്റ് ഇവിടെ പിടിപ്പിച്ചേക്കുന്നത്. ഇത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ പോർട്ടബിൾ ചാർജറാണ്. പോർട്ടബിൾ ചാർജർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്ടബിൾ ചാർജർ നമുക്ക് 2 ഓപ്ഷൻസാണ് കമ്പനി തരുന്നത്. ഐദർ ഫാസ്റ്റ് ചാർജിങ് ആയിട്ടുള്ള Ather ഡോട്ട് എന്ന് പറഞ്ഞ സംഭവം, അതായത് നമുക്ക് വീട്ടിൽ വാൾ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജറുണ്ട്. അത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പോർട്ടബിൾ ചാർജറാണ് നമുക്ക് കമ്പനി തരുന്നത്. അപ്പോൾ ഇതാണ് കൺസോള് വരുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സ്വിച്ചസ് വരുന്നത്, അതായത് ഹെഡ് ലൈറ്റിൻ്റെ സ്വിച്ചസ്, ടേൺ ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ വരുന്നുണ്ട്, പിന്നെ എൻജിൻ കിൽ സ്വിച്ച് ഓഫ്, പിന്നെ ഇത് മോഡ് ചേഞ്ചിങ് ആണ്. മോഡ് ചേഞ്ചിങ് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. പിന്നെ ഇത് വരുന്നത് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഇഗ്നീഷൻ്റെ ആണ്. അപ്പോൾ നമ്മൾ നോർമലി ഒരു സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ബ്രേക്ക് പിടിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം നമ്മൾ എങ്ങനെയാണെന്ന്. ഇപ്പോൾ അത് നോക്കുകയാണെങ്കിൽ മോട്ടർ ഓഫായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം എങ്ങനെയാണത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ബ്രേക്കിൻ്റെ ഇത് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. മോട്ടർ ഓൺ ആയിട്ടുണ്ട്. നാല് മോഡാണുള്ളത്. ഇതാണെങ്കിൽ സ്വിച്ച് ചെയ്യുന്നത് ഈ ഒരു ടോഗിൾ സ്വിച്ച് വെച്ചിട്ടാണ്. അപ്പോൾ എക്കണോമി മോഡുണ്ട്, റൈഡ് മോഡുണ്ട്, സ്പോർട്ട് മോഡുണ്ട്, വാർപ്പ് മോഡുണ്ട്. അപ്പോൾ നമ്മൾ എക്കണോമി മോഡിൽ കമ്പനി ക്ലെയിം ചെയ്ത 85 കിലോമീറ്റർ ആണ്. ഇപ്പോൾ 67% ബാറ്ററി ബാലൻസ് ഉണ്ട്. 55 കിലോമീറ്റർ നമ്മളിതിലോടും. എക്കണോമി ടിപ്പിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിറ്റി യൂസിന് ഭയങ്കര റിലാക്സ് ചെയ്ത് മെല്ലെ ഓടിച്ചിട്ട് പോകാൻ കംഫർട്ടബിളായിട്ട് പോകാനായിട്ടാണ്. റൈഡ് പോകുമ്പോൾ കുറച്ചും കൂടി വണ്ടിക്ക് ഒരു പുള്ളിങ്ങും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കിതിൽ 46 കാണിക്കുന്നത്. ഏകദേശം നമുക്കൊരു 60 അല്ല 70 കിലോമീറ്റർ നമുക്കിതിൽ കിട്ടും റൈഡ് മോഡിൽ. സ്പോർട്ട് മോഡിൽ നമുക്കൊരു 60 കിലോമീറ്ററും വാർപ്പ് മോഡിൽ 50 കിലോമീറ്റേഴ്സാണ് നമുക്ക് കിട്ടുക. അപ്പോൾ റൈഡ് അത്യാവശ്യം നമുക്കൊരു ഹൈവേയിലൊക്കെ പോകുമ്പോഴാണെങ്കിലും നല്ല കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഞാൻ പില്ലിനെ വെച്ചിട്ട് ഇന്നലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഓരോ മോഡ്സിലും ടോപ്പ് സ്പീഡ്, അതായത് ഒരു ലിമിറ്റുണ്ട്, സ്പീഡ് ലിമിറ്റ്. വണ്ടിയുടെ ശരിക്കും ടോപ്പ് സ്പീഡ് വരുന്നത് കമ്പനി ക്ലെയിം ചെയ്ത് 80 ആണെങ്കിലും നമുക്ക് വാട്ട് മോഡിൽ ഒരു 90 വരെ കയറുന്നുണ്ട്. 91 വരെ ഇന്നലെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അതാണ് വണ്ടിയുടെ ഒരു സ്പീഡ് ലിമിറ്റ് കാണിക്കുന്നത്. പക്ഷേ നമുക്ക് സ്പീഡിൽ അത് അങ്ങനെ സ്പീഡ് എടുത്ത് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതായത് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ജസ്റ്റ് കുത്തിക്കയറ്റി പോകണമെന്നുണ്ടെങ്കിലോ നമുക്കൊന്ന് ഓവർടേക്ക് ചെയ്യണമെന്നുള്ള സിറ്റുവേഷൻ വരുമ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് മോഡ് മാറ്റാം. ഇനി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് മോഡ് മാറ്റാൻ പറ്റില്ല. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോഡ് മാറ്റണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൈ കൊടുത്ത് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല മോഡ്. പക്ഷേ നേരെ മറിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് കൈ തിരിച്ചുള്ള പൊസിഷനിലേക്ക് തന്നെ ആക്കിയിട്ട് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ മോഡ്സും അതേമാതിരി ചേഞ്ച് ചെയ്യാം. ഇതാണ് ഓരോ മോഡ്സ് നമുക്കിതിൽ വരുന്നത്. ഇനി നമുക്ക് കൺസോളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആൻഡ്രോയിഡ് ഗാഡ്ജറ്റ് പോലെയാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടില്ലേ, ഇത് വണ്ടി രജിസ്റ്റർ ചെയ്തേക്കുന്ന ആരുടെ പേരിലാണെന്നാണ്. അതിൽ സെറ്റിങ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സ്ക്രീൻ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് മൊബൈൽ പോലെ തന്നെ. അതായത് ഇപ്പോൾ അതേ ഓട്ടോ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഓൺ ആക്കിയിട്ടിട്ട് നമ്മൾ തിരിച്ച് ബാക്ക് ടു പൊസിഷൻ ആയി കഴിയുമ്പോൾ ഓഫ് ആയിക്കോളും. പിന്നെ ഗൈഡ് മീ ഹോം ലൈറ്റ്, ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് ഇരുട്ടത്താണ് വണ്ടി നിർത്തിയെങ്കിൽ അവിടെ നിന്ന് പിന്നെ അതിനുശേഷം നമ്മൾ ഓഫ് ചെയ്ത് പോയി കഴിയുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു 10 to 15 സെക്കൻഡ്സോളം ആ ഹെഡ് ലൈറ്റ് ഓൺ ആയി തന്നെ ഇരിക്കും. അത് നോർമലി കാർസിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ്. അത് ഇവർ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും വണ്ടിക്ക് എറേഴ്സ് ഉണ്ടെങ്കിൽ അത് കാണിക്കും. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കൊടുക്കാനായിട്ടാണ്. ഡോക്യുമെൻറ്റ്സ് നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ് ആണ് കംപ്ലീറ്റ് വരുന്നത്. പിന്നെ ഇതിൽ കണക്ഷൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് പെയറിങ്, ആപ്ലിക്കേഷൻ ആയിട്ട് പെയറിങ്, അതായത് ബയറിൻ്റെ, അതായത് മേടിച്ച ആളുടെ ഫോണിൽ നമ്മളൊരു യൂസർ നെയിമും പാസ്വേഡൊക്കെ വെച്ചിട്ടൊരിത് കണക്ട് ചെയ്യുന്നുണ്ട്. അത് ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് മാപ്സ് ഉണ്ട്. ഇതിൻ്റെ മാപ്പിൻ്റെ ലൊക്കേഷൻ ആക്യുറേറ്റ് ആണ് കാണിക്കുന്നത്. ഇതിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാനർജി റോഡിൻ്റെ അടുത്താണ്, അതായത് ഫ്രണ്ട് സ്റ്റോഴ്സിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഹോം അഡ്രസ്സ് അല്ലെങ്കിൽ അതേപോലെ തന്നെ വർക്ക്, ഇത് നമ്മൾ നോർമലി ഒരു ഗൂഗിൾ മാപ്സ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇനി ഇതിൻ്റെ അകത്ത് സെർച്ചിൻ്റെ അകത്ത് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റീസെൻ്റായിട്ട് പോയി നമ്മൾ സെർച്ച് ചെയ്തേക്കുന്ന സ്ഥലങ്ങൾ സ്റ്റാർ ചെയ്തേക്കുന്നത്. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച ചാർജിങ് പോർട്ടിൻ്റെ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഫ്രണ്ട് സ്റ്റോഴ്സാണ്. അപ്പോൾ ഇതിൽ കാണിച്ചേക്കുന്നതല്ലേ ഈ ഒരു ചാർജിങ്ങിൻ്റെ സംഭവം
ഇല്ല, അതായത് ഒന്നിലെ വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ സെൻട്രൽ സ്ക്വയർ മാളിൽ ഓപ്പൺ ആണ്. 10 o'clock കഴിയുമ്പോൾ സെൻട്രൽ സ്ക്വയർ മാളിൽ ഓപ്പൺ. ഇപ്പോൾ നമ്മൾ 9:25 ആയി, രാവിലെയാണ്. അപ്പോൾ അവിടെ ഒരു ആ ടൈമിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നിലുമില്ല. പിന്നെ അടുത്ത ഓരോ ലൊക്കേഷൻസിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നിയറസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ ചാർജിങ് ടൈം എന്ന് പറയണത് ഒരു 5 hours ആണ് നമ്മുടെ നോർമൽ പോർട്ടബിൾ ചാർജർ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ നേരെ മറിച്ച് നമ്മുടെ ഏത്തറിൻ്റെ ഡോട്ട് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അത് ഒരു 1.5 hours. ഇവർ ഫുൾ ചാർജിൻ്റെ നേരത്തെ പറഞ്ഞത് ഒരു 80% ആവണമെന്നുണ്ടെങ്കിൽ 3 hours 35 minutes ആണ് ഒരു 80%, 85 അല്ല 80% വരെ ചാർജ് ചെയ്യണമെങ്കിൽ അത്രയാണ് ടൈം വരുന്നത്. പിന്നെ ഒരു 10 minutes ചാർജ് മതി ഒരു 15 kilometer ഓടാൻ. അതാണ് ഇവർ കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് ഉണ്ട്. അതായത് നമുക്ക് യൂസറിന് ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഉണ്ട്. നേരത്തെ ആപ്പിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് വരുന്നുണ്ട്, കണക്ട് ലൈറ്റും കണക്ട് പ്രോയും. അപ്പോൾ ഈ കണക്ട് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള നാവിഗേഷനും അപ്ഡേഷനും കാര്യങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ കണക്ട് പ്രോയിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ലൈവ് ലൊക്കേഷൻ, തെഫ്റ്റ്, പിന്നെ അങ്ങനെ ബാക്കി കാര്യങ്ങൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ബാക്കി എല്ലാ കാര്യങ്ങളും, നാവിഗേഷൻ, അപ്ഡേഷൻ, ഇതെല്ലാം നമുക്ക് കണക്ട് പ്രോ എന്ന് പറയുന്നൊരു മോഡലിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് കണക്ട് ലൈറ്റ് വരുന്നത് 1500 per year ആണ്. കണക്ട് പ്രോ വരുന്നത് 2400 per year ആണ് നമ്മൾ പേ ചെയ്യേണ്ടത്. ഇതിലിപ്പോൾ ചാർജ് വളരെ കുറവാണ്. 16% ബാറ്ററി ഉള്ളൂ. അത് 12 kilometer പോകും. നമ്മൾ അത്യാവശ്യം കുറച്ച് ചാർജ് ചെയ്യാൻ വേണ്ടി 2-3 സ്ഥലത്ത് നോക്കിയപ്പോഴും എവിടെയും ചാർജിങ്ങിൻ്റെ ഉണ്ടായിരുന്നില്ല. അതായത് ഫ്രഞ്ച് ടോസ്റ്റ്, കച്ചേരിപ്പടി, അതേപോലെ തന്നെ സെൻട്രൽ സ്ക്വയർ മാളിൽ, ഇതിലൊക്കെ പോയപ്പോഴും ചാർജിങ്ങിൻ്റെ സംഭവം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ വൈറ്റ്ലയിലേക്ക് തന്നെ പോവുകയാണ്. വൈറ്റ്ലയിൽ ഇവിടെ ഷോറൂമിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ഒന്ന് ചാർജ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അവിടെ ചെന്നിട്ട്. അതായത് നമ്മൾ ചാർജ് ചെയ്യാതെ ഇങ്ങനെയായിരിക്കും ഈ സംഭവം ഉണ്ടാവുക. അതായത് ചാർജിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ആയിരിക്കും, അതായത് ഓൺ ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓൺ ആയിരിക്കണം നമ്മുടെ. എന്നിട്ട് ഈ ചാർജിങ്ങിൻ്റെ ഈ ഒരു ഡിവൈസാണ്. എന്നിട്ട് നമ്മളിത് ഈ ഒരു പോർട്ട് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് കാണിക്കുക. ഇതിൽ അതായത് ചാർജർ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാർജർ റിമൂവ് ചെയ്യുക. ചാർജ് ചെയ്യാനായിട്ടാണെങ്കിൽ കീ ടേൺ ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മൾ കീ ജസ്റ്റ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ആണിത്. നമ്മൾ നേരത്തെ നോർമൽ ഇതിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നോർമൽ ചാർജിങ് ഇതിലാണ് ചെയ്യുന്നതെങ്കിൽ അത് നോർമൽ ചാർജിങ് ആയിട്ടേ കാണിക്കുള്ളൂ. അപ്പോൾ ചാർജിങ് ആണ്. അപ്പോൾ നമുക്ക് 11 kilometer, ഇങ്ങനെ ഓരോ കിലോമീറ്റർ റേഞ്ചാണ് കാണിക്കുന്നത്. 34 kilometer പോകാനായിട്ട് 10:44, ഇപ്പോൾ 10:14 ആയി. ആ ഒരു ടൈമിൽ അരമണിക്കൂറിൽ നമുക്ക് ഇത്രയും ചാർജ് കയറുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ Ather 450Xൻ്റെ ബാക്കി റിവ്യൂസും ഡീറ്റെയിൽസും കണ്ടു. അപ്പോൾ നമുക്കിതിൻ്റെ പ്രൈസും കാര്യങ്ങളും ചോദിക്കാം. പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? 450Xന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,60,000 to 405 ആണ്. ഓക്കെ. ഇതിനത് കൂടാതെ ഒരു മോഡലും കൂടി ഇല്ല, 450+? 450+ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,40,000 to 430. 42. എന്താ വ്യത്യാസം വരുന്നത്? ഈ വാപ്പ് മോഡ് ഇല്ല എന്നുള്ളതാണോ അതോ? വാപ്പ് മോഡ് ഇല്ല, അപ്പോൾ നമുക്ക് ടോർക്ക് കുറവായിരിക്കും. ഇതാണെന്നുണ്ടെങ്കിൽ 26 ആണ് ടോർക്ക് വരുന്നത്. അതിന് 22 Nm ആയിരിക്കും ടോർക്ക് വരുന്നത്. ഓക്കെ. പിന്നെ മോട്ടറിന്റെ പവറും ബാറ്ററി യൂസിംഗ് കപ്പാസിറ്റി എല്ലാം കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഓക്കെ. പിന്നെ എനിക്കറിയേണ്ടത് ഇതിൻ്റെ സർവീസ് എങ്ങനെയാണ്? നമ്മൾ സർവീസ്, വാറണ്ടി, അതേമാതിരി ഡീറ്റെയിൽസ് അങ്ങനത്തെ എങ്ങനെയാണ് അപ്പോൾ വരുന്നത്? അതായത് നമുക്ക് സർവീസ് പീരീഡ് പറയുന്നുണ്ട്. എവറി 5,000 kilometer അല്ലെങ്കിൽ 6 months കൂടുമ്പോഴായിരിക്കും നമുക്ക് സർവീസ് വേണ്ടി വരിക. സർവീസ് സെൻ്റർ ഇവിടെ തന്നെയാണ്.
നമുക്കപ്പോൾ ഇവിടെ തന്നെ കൊണ്ടുവരേണ്ടി വരും വണ്ടി സർവീസിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ ഷോറൂം ആകെ കൊച്ചിയിലും കാലിക്കറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ എടുത്തിട്ട് കൊണ്ടുപോയാലും സർവീസിന് വേണ്ടി തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവരണം. ഓക്കെ, സർവീസിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് വരുന്നത്? സർവീസിന് നമുക്ക് കറന്റ് അപ്രോക്സിമേറ്റ് 700 rupees ആയിരിക്കും വരുന്നത്. പിന്നെ ഇപ്പോൾ നമുക്ക് സർവീസ് പ്ലാൻസ് അവൈലബിൾ ആണ്, ഇയർലി പ്ലാൻസ് ആണ്. ആ പ്ലാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയർലി കോസ്റ്റ് എല്ലാം അതിൽ ബെയർ ചെയ്യും. ഓക്കെ, പിന്നെ നമുക്കിപ്പോൾ ചാർജിങ്ങിൻ്റെ എനിക്ക് റീസെൻ്റ്ലി ഉണ്ടായിരുന്ന പറഞ്ഞാൽ ചാർജിങ് കൊണ്ടുപോയപ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളിൽ ചാർജിങ് ഇല്ല. അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ എന്താണ് നമുക്ക് ആ ഒരു എന്തായിട്ടാണ് ഉള്ളത്? ഇപ്പോൾ നിങ്ങൾക്ക് പിക്കപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സർവീസ് പ്ലാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ്ട് 25 kilometers റേഡിയസിനുള്ളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ബട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഈ 25 kilometers റേഡിയസിനുള്ളിൽ അല്ലാത്തൊരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ വണ്ടി എങ്ങനെയെങ്കിലും നിയർ ബൈ ചാർജിങ് സ്റ്റേഷൻസിൽ എത്തിക്കേണ്ടി വരും. ഓക്കെ, കാരണം വെച്ചാൽ നമുക്കിപ്പോൾ കൊണ്ടുനടക്കണം. ഓക്കെ, കാരണം വെച്ചാൽ നമുക്കിപ്പോൾ ചാർജിങ് പോർട്ട്സ് എല്ലാ സ്ഥലത്തും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇത് വരുന്നത്. കാരണം ഗവൺമെൻറ് ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്കൊന്ന് ഇലക്ട്രിക് നമ്മുടെ വണ്ടി ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏഥറിന് തന്നെ വേണം. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഏത്തർ ഡോട്ട് നമുക്ക് അല്ലാതെ പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് ഡയറക്റ്റ് അല്ലാതെ നമുക്ക് വണ്ടിയുടെ പ്രൈസിൽ either dot or അല്ലെങ്കിൽ പോർട്ടബിൾ ചാർജർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ അഡീഷണൽ ഒരു ചാർജറും കൂടി വേണമെന്നുണ്ടെങ്കിൽ 10,950 ചാർജറിന് കോസ്റ്റ് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ എനിക്ക് ഒരു ഇതുണ്ടായിരുന്നത്, നമ്മൾ വണ്ടി ഇറങ്ങിയ ടൈമിൽ ഒരു ബൈ ബാക്ക് ഓപ്ഷൻ്റെ സംഭവം കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണത് വരുന്നത്? അതായത് നമ്മൾ വണ്ടി ഇറങ്ങിയ ടൈമിൽ ജൂലൈ 31st മുമ്പ് ബില്ലിംഗ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനായിരുന്നു ബൈ ബാക്ക് ഓഫർ ഉണ്ടായിരുന്നു. അതായത് 3 yearsന് ശേഷം നമ്മൾ വണ്ടി തിരിച്ചെടുക്കും. 85,000 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്ന എമൗണ്ട്. കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലായിരുന്നു നമ്മൾ ആ ബൈ ബാക്ക് ഓഫർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 3 yearsലേക്ക് 30,000 kilometers ആണ് ലിമിറ്റ് വെച്ചിട്ടുള്ളത്. പിന്നെ സിംഗിൾ ഓണർ ആയിരിക്കണം, ആക്സിഡൻസ് കേസസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, സ്പോർട്സ് റേസിംഗ് പോലുള്ള കാര്യങ്ങൾക്ക് വണ്ടി യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലേ. ഓക്കെ, ഇപ്പോൾ December 31st വരെ ഇതിപ്പോൾ ഫ്രീ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചാർജിങ് സെൻറ്റേഴ്സിൽ എല്ലായിടത്തും ഫ്രീ ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ December 31st ശേഷം എങ്ങനെയാണ് ചാർജിങ് വരുന്നത്? പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? നിലവിൽ നമുക്കത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, അതായത് ഒരു 6 months കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആയിരിക്കും ചാർജ് എത്രയാണെന്ന് നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, ഓൾറൈറ്റ്, ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ Ather 450X ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം ഷോറൂമിൽ തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സിറ്റിയിലോ അല്ലെങ്കിൽ നിയർ ബൈ സിറ്റീസിലോ എവിടെയെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആണോ എന്ന് അറിയാനായിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയർ ബൈ സിറ്റി എവിടെ നിന്ന് അറിയാനും പറ്റും. അതേപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ടുള്ള നമുക്ക് രജിസ്റ്റർ ചെയ്യാനും പറ്റും. അതായത് ടൈമൊക്കെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പുതിയൊരു ഇലക്ട്രിക് സ്കൂട്ടർ നോക്കാനുള്ളൊരു ഓപ്ഷൻ, അതായത് ഇപ്പോൾ നമുക്ക് പെട്രോൾ വണ്ടി ഉള്ളതുപോലെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് നിയർ ബൈ ഫ്യൂച്ചറിൽ നമുക്ക് എടുക്കണം എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ്, അതായത് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതേമാതിരി പുതിയ വീഡിയോസുമായി ഞാൻ ഇനിയും വരുന്നതാണ്. സോ ടിൽ ദെൻ ദിസ് ഇസ് Thumperman signing off. Bye guys.